ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മെട്രിസസ് എന്നുള്ള കൺസെപ്റ്റിന്റെ പാർട്ട് 5 നമ്മൾ ഓൾറെഡി 4 പാർട്ടുകൾ കണ്ടു കഴിഞ്ഞതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ചെയ്യാൻ പോകുന്നത് സിമെട്രിക് മെട്രിക്സ് എന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്, ട്രാൻസ്പോസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനോടനുബന്ധിക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ എല്ലാവരും ശരിയായ രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇഫ് A equal to matrix 1, 2, 3, 4, B equal to matrix 0, -2, -3, -3, show that A plus B is symmetric. നമ്മളോട് പറഞ്ഞത് A plus B എന്ന് പറഞ്ഞ പുതിയ മെട്രിക്സ് കണ്ടുപിടിക്കണം. ആ മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ എഴുതി വെക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. എന്താണ്? If A is a symmetric matrix, if A is a symmetric matrix, A transpose equal to AI, A transpose equal to AI. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നന്നായി ഓർത്ത് വെക്കുക. സിമെട്രിക് മെട്രിക്സ് ആവണമെങ്കിൽ ഏത് മെട്രിക്സ് ആണോ സിമെട്രിക് ആണെന്ന് നോക്കാൻ പറഞ്ഞത് അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ കിട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ A പ്ലസ് ബി ആണ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം A പ്ലസ് ബി കണ്ടുപിടിക്കുക, അതിനുശേഷം അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ അത് നമുക്ക് A പ്ലസ് ബി കണ്ടുപിടിച്ചതിന് തുല്യമായി തന്നെ കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ A പ്ലസ് ബി എന്നുള്ള മെട്രിക്സ് കാണുകയാണ്. A പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് A എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്താണ്? 1, 2, 3, 4 പ്ലസ് B എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട് 0, -2, -3, -3. ഇനി ഇത് ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതിന്റെ രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. ആഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഓർഡർ സെയിം ആയിരിക്കണം. അപ്പൊ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്യാം. 1ഉം 0യും 1, 2ഉം -2, 0, 3ഉം -3 ആഡ് ചെയ്തു, 0, 4ഉം -3 ആഡ് ചെയ്തു, 1. അപ്പൊ ഇതാണ് നമുക്ക് A പ്ലസ് ബി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. വി വാണ്ട് ടു പ്രൂവ് A പ്ലസ് ബി ഈസ് symmetric. We want to prove A plus B is symmetric. That is, എന്താ ചെയ്യേണ്ടത്? A plus B all transpose equal to A plus B ആയിരിക്കണം. A plus B ന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A plus B തന്നെ കിട്ടണം. അതാണ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? A plus B all transpose equal to A plus B എന്താ നമുക്ക് കിട്ടിയത്? 1, 0, 0, 1 എന്നുള്ള മെട്രിക്സ് ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ട്രാൻസ്പോസ് എടുക്കുക കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിന്റെ റോ കോളാക്കി മാറ്റണം. അപ്പൊ ഇവിടുത്തെ 1, 0 എന്നുള്ള റോ 1, 0 കോളാക്കി, രണ്ടാമത്തെ റോ 0, 1 എന്നുള്ള രണ്ടാമത്തെ കോളാക്കി 0, 1. ഓക്കെ, അപ്പൊ ഇത് എന്തിന് തുല്യം തന്നെയാണ്? A പ്ലസ് ബിക്ക് തുല്യം തന്നെയാണ്. 1, 0, 0, 1, 1, 0, 0, 1 ഇത് ഈക്വൽ ടു A പ്ലസ് ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore here A plus B is a symmetric matrix. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മെട്രിക്സ് സിമെട്രിക് ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കുക. ഈ ടെക്നിക്കാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് സിമെട്രിക് ആണോ നോക്കുന്നത് അത് മറക്കരുത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ കിട്ടണം. ആ ലോജിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. A പ്ലസ് ബി സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ A പ്ലസ് ബിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് ബി തന്നെ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏതാണ്? If A equal to matrix 3, 1, -1, 0, 1, 2, show that A into A transpose is symmetric. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ സിമെട്രിക് ആണെന്ന് തെളിയിക്കാനുള്ള കണ്ടീഷൻ എന്നുള്ളത് ആദ്യം എഴുതി വെക്കുക. എന്താണ്?
if A is symmetric, A transpose equal to A ആയിരിക്കും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇവിടെ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട A into A transpose ആണ്. അപ്പൊ നമ്മൾ എഴുതാം we want to prove A transpose is symmetric, that is A into A transpose all transpose. അതിന്റെ ഇത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ എന്തെന്നെ കിട്ടണം? A into A transpose തന്നെ ഉത്തരം കിട്ടണം. അപ്പൊ നമ്മൾ അത് ചെയ്തു നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് തന്ന കാര്യം എന്താ? given A equal to matrix 3 1 minus 1 0 1 2. അപ്പൊ നമുക്ക് A into A transpose കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും A transpose അറിഞ്ഞിരിക്കണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ A transpose equal to ആദ്യത്തെ റോ കോൾ ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യും? 3 1 minus 1 എന്നുള്ള കോൾ ആക്കുക. 3 1 minus 1 0 1 2 എന്നുള്ള അടുത്ത കോളം 0 1 2. അപ്പൊ നമുക്ക് A transpose എന്താന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ A into A transpose കണ്ടുപിടിക്കണം. അപ്പൊ A into A transpose equal to, അപ്പൊ A എന്ന് പറഞ്ഞ മെട്രിക്സ് ആദ്യം എടുത്ത് എഴുതി. A എന്ന് പറഞ്ഞ മെട്രിക്സ് 3 1 minus 1 0 1 2 into A transpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 0 1 1 minus 1 2. ഇനി നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സ് എടുത്തു, അതിൽ ആദ്യത്തെ റോ എടുക്കുക, എന്നിട്ട് ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മള് 3 into 3 plus 1 into 1 plus minus 1 into minus 1 അതാണ് ആദ്യത്തെ എലമെന്റ്. ഇനി അതേ റോ തന്നെ എടുത്ത് രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 0 plus 1 into 1 plus minus 1 into 2. ഓക്കെ, ഇനി നെക്സ്റ്റ് കോൾ ഉണ്ടോ നോക്കാം. ഇല്ല, രണ്ട് കോളേ ഉള്ളൂ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ റോ എടുത്തു, ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 0 into 3 plus 1 into 1 plus 2 into minus 1. ഇനി ഇതേ റോ തന്നെ എടുത്തിട്ട് രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 0 into 0 plus 1 into 1 plus 2 into 2. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളത് സിംപ്ലിഫൈ ചെയ്യാം. 3 into 3 എന്നാൽ 9 plus 1 plus minus 1 into minus 1 എന്നാൽ again 1. ഇനി 3 into 0 എന്നാൽ 0 plus 1 into 1 plus minus 1 into 2 എന്നാണ്. അപ്പൊ ഇത് എന്തായി മാറും? -2 എന്നായി മാറും. ഇനി 0 into 3 0 plus 1 into 1 2 into minus 1 -2 എന്നായി മാറും. അതുപോലെ 0 into 0 plus 1 into 1 2 into 2 4. ഓക്കെ, അപ്പൊ ഇത് ആഡ് ചെയ്ത് എഴുതാം നെക്സ്റ്റ് സ്റ്റെപ്പില്. അപ്പോൾ 9 plus 1 plus 1 11 0 plus 1 എന്ന് പറഞ്ഞാൽ 1 -2 എന്ന് പറഞ്ഞാൽ -1 വരും. ഇനി 0 plus 1 എന്ന് പറഞ്ഞാൽ 1 -2 എന്ന് പറഞ്ഞാൽ -1 വന്നു. ഇനി 0 plus 1 plus 4 എന്ന് പറഞ്ഞാൽ 5 വന്നു. അപ്പൊ ഇതാണ് എന്ത്? A into A transpose എന്ന് പറയുന്ന മെട്രിക്സ്. A into A transpose. നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. We want to prove A into A transpose is symmetric. അതായത് എന്താ ചെയ്യേണ്ടത്? A into A transpose-ന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. അപ്പൊ A into A transpose തന്നെ ആൻസർ ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ A into A transpose all transpose equal to നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്താ? 11 -1 5 ട്രാൻസ്പോസ്. അതാണ് A into A transpose എന്ന് പറയുന്നത്. അതിന്റെ ഓൾ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ ഇത് ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ റോ നമ്മൾ കോൾ ആക്കാൻ പറ്റും. അപ്പൊ 11 -1 ഇനി -1 5 രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം. അപ്പൊ നോക്കിക്കേ, ഇത് എന്തിനു തുല്യം തന്നെയാ? 11 -1 5 എന്തിനു തുല്യ? A into A transpose. That's equal to A into A transpose. അപ്പോൾ A into A transpose-ന്റെ ഓൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് A into A transpose-ന് തുല്യമാണ്. അതുകൊണ്ട് എന്ത് പറയാം? Therefore A into A transpose is a
സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എടുത്ത് കണ്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റിസൾട്ട് ആണ്. അത് ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇത് നെഗ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ഒരു തവണ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: every square matrix can be expressed as the sum of symmetric matrix and skew symmetric matrix. അതായത് ഏത് സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് രണ്ട് മെട്രിക്സ് ആക്കി മാറ്റാൻ പറ്റും. അതിൽ ഒന്ന് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും, അടുത്തത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ആ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്ന ആ മെട്രിക്സ് തന്നെ കിട്ടും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ ഏതാണ് നമ്മളെ സ്ക്വയർ മെട്രിക്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? let A is the square matrix. A is the square matrix. നമ്മളെ A ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് A എന്ന് പറഞ്ഞ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? A equal to half into A plus A transpose plus half into A minus A transpose. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത് ആദ്യത്തേത് സിമെട്രിക് മെട്രിക്സ് ആണ്, രണ്ടാമത്തേത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A തന്നെ കിട്ടും എന്നുള്ളതുമാണ്. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A തന്നെ കിട്ടും എന്നുള്ളത് പ്രൂവ് ചെയ്യുമ്പോൾ അപ്പൊ ഇത് ആഡ് ചെയ്യാം. എന്താ വരിക? ഹാഫ് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ഹാഫ് A പ്ലസ് ഹാഫ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഹാഫ് A ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ഹാഫ് A പ്ലസ് ഇൻറ്റു മൈനസ് ആണ്, മൈനസ് ആയി ഹാഫ് ഇൻറ്റു A ട്രാൻസ്പോസ്. അപ്പൊ ഇവിടെ പ്ലസ് ഹാഫ് A ട്രാൻസ്പോസ് ഉണ്ട്, മൈനസ് A ഹാഫ് ട്രാൻസ്പോസ് ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഉണ്ടാവുക ഹാഫ് A പ്ലസ് ഹാഫ് A എന്ന് വരും. പകുതി Aയും പകുതി A. അപ്പൊ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ ഹാഫ് എന്നുള്ളത് നമ്മൾ എടുത്തു. അപ്പൊ A പ്ലസ് A എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2A എന്ന് കിട്ടും. 2A ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇവിടെ 2A എന്ന് കിട്ടി. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. 1 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ A എന്ന് തന്നെ കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ പാർട്ട് സിമെട്രിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് നൗ we are going to prove half into A plus A transpose is symmetric. അപ്പൊ ഇത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ആൻസർ കിട്ടണം. അപ്പൊ എന്താ വരിക? ഹാഫ് ഇൻറ്റു A plus A transpose ഹോൾ ട്രാൻസ്പോസ്, അതിന്റെ ഹോൾ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ നമ്മളിവിടെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഏത് പ്രോപ്പർട്ടിയാന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് എഴുതാൻ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ നാലാമത്തെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ട്രാൻസ്പോസിന്റെ. എന്തായിരുന്നു? K ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K A ട്രാൻസ്പോസ്. അവിടെ Kയുടെ സ്ഥാനത്ത് ഹാഫ് എന്നുള്ള നമ്പർ ആണ്. അപ്പൊ നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാഫ് A പ്ലസ് A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്നായി മാറും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് A പ്ലസ് B ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്തായി മാറും? ഹാഫ് ഇൻറ്റു A ട്രാൻസ്പോസ് പ്ലസ് ബ്രാക്കറ്റ് കൊടുത്തു A ട്രാൻസ്പോസ് പ്ലസ് A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. കാരണം A പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്നാണ്. എയുടെ സ്ഥാനത്ത് A തന്നെയാണ്. അപ്പൊ A ട്രാൻസ്പോസ് പ്ലസ് B എന്ന് പറഞ്ഞാൽ ഇവിടെ A ട്രാൻസ്പോസ് ആണ്, അതിന്റെ ട്രാൻസ്പോസ്. നെക്സ്റ്റ് ഹാഫ് ഇൻറ്റു A ട്രാൻസ്പോസ് പ്ലസ് A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് A എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്യണം. മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ തിരിച്ച് ആഡ് ചെയ്താലും സെയിം തന്നെയാണ് കിട്ടുക.
മൾട്ടിപ്ലിക്കേഷനിൽ മാത്രമേ തിരിച്ച് ചെയ്യുമ്പോൾ സെയിം ആവാത്തുള്ളൂ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തുള്ളൂ. അപ്പൊ ഇത് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യാം നമുക്ക്. അപ്പൊ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് തന്നെയാണ് ആൻസർ കിട്ടി. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് കിട്ടി. അപ്പൊ എന്ത് എഴുതാം? therefore ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തു. ഇത് ആഡ് ചെയ്ത എ എന്ന് കിട്ടുന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇത് സിമെട്രിക് ആണ് ഫസ്റ്റത്തെ ടേം എന്നുള്ളതും പ്രൂവ് ചെയ്തു. സിമെട്രിക് ആണെന്നും കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ട് സ്ക്യൂ സിമെട്രിക് ആണ്. രണ്ടാമത്തെ പാർട്ട് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ നെക്സ്റ്റ് we are going to prove half into a minus a transpose is skew symmetric. സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഓഫ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആൻസർ കിട്ടണം. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം എങ്ങനെയാ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുക. എ എന്ന് പറഞ്ഞ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എ എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എടുക്കുന്നു. ഇതേ പ്രോപ്പർട്ടി തന്നെ ആദ്യം ഉപയോഗിക്കുന്നു. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ എ ട്രാൻസ്പോസ് എന്നാണ്. അപ്പൊ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത്? ഹാഫ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. എയുടെ സ്ഥാനത്ത് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് അതിന്റെ ട്രാൻസ്പോസ്. ഇനി ഇവിടെ നമ്മൾ പ്ലസ് വന്നപ്പോ എങ്ങനെയാണോ പ്രോപ്പർട്ടി ഉപയോഗിച്ചത് അതേ പ്രോപ്പർട്ടി തന്നെയാണ് മൈനസ് വരുമ്പോഴും ഉണ്ടാവുക. അപ്പൊ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്നാവും. കാരണം എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസിന് എങ്ങനെയാണോ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് അതേ പ്രോപ്പർട്ടി തന്നെ ഉപയോഗിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് എ. കാരണം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പൊ ഇത് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 1/2 ആയി മാറും. മൈനസ് പുറത്തേക്ക് പോയാൽ എ പ്ലസ് ആയി മാറും. പ്ലസ് എന്നൊരു മൈനസ് പുറത്തേക്ക് പോയാൽ മൈനസ് ആയി മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ നമ്മൾ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞപ്പോ ഇത് തന്നെ ആൻസർ വന്നു. പക്ഷെ അതിന്റെ കൂടെ എന്ത് വന്നു? ഒരു മൈനസും കൂടി വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. therefore half into a minus a transpose is skew symmetric. ഓക്കെ, അപ്പൊ ഇത് പ്രൂഫ് മനസ്സിലാക്കി വെക്കുമെന്ന് ചിലപ്പോൾ വല്ലപ്പോഴും ചോദിക്കാറുണ്ട് പ്രൂവ് ചെയ്യാൻ. പക്ഷെ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് എന്തായാലും എക്സാമിന് വരുന്നതാണ്. അപ്പൊ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിനെ സിമെട്രിക് മെട്രിക്സ് ആയിട്ടും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ് സിമെട്രിക് എന്നുള്ളതും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഇവിടെ പ്ലസ് മാറ്റി മൈനസ് ആക്കിയാൽ അത് സ്ക്യൂ സിമെട്രിക് ആണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പഠിച്ച സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോബ്ലം ആണ്. എന്താണ് നമ്മൾ പഠിച്ചത്? എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് ആയിട്ടും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ടും എഴുതാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് സിമെട്രിക് മെട്രിക്സ് എഴുതുക, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുക എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 2 4 6 8 10 12 14 16 18 as the sum of symmetric matrix and skew symmetric matrix. അപ്പോൾ നമുക്ക് തന്ന മെട്രിക്സ് എന്താണ്? given a equal to matrix 2 4 6 8 10 12 14 16 18 ഇതാണ് നമുക്ക് തന്ന മെട്രിക്സ്. ഇനി നമുക്ക് സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പൊ സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമുക്കറിയാം സിമെട്രിക് മെട്രിക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അതേമാതിരി സ്ക്യൂ സിമെട്രിക് എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ പ്ലസ് ഉള്ള മൈനസ് ആക്കിയാൽ മതി എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്താന്ന് കിട്ടും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താന്ന് കിട്ടും. അപ്പൊ സിമെട്രിക് മെട്രിക്സ് നമ്മൾ കാണാൻ പോവാണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് എഴുതി വെക്കുക. ആദ്യം തന്നെ ഞാൻ ഇപ്പൊ എഴുതുന്നതേ ഉള്ളൂ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ്. അപ്പൊ ആദ്യത്തെ റോ കോളാക്കുക 2 4 6, രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം 8 10 12, മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളം 14 16 18. അപ്പൊ എ ട്രാൻസ്പോസ് കിട്ടി. ഇനി നമ്മള് സിമെട്രിക് മെട്രിക്സ് കാണാൻ വേണ്ടിയിട്ട് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പോകും. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്, അത് എടുത്ത് എഴുതാം. 2 4 6 8 10 12 14 16 18 പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് 2 8 14 4 10 16 6 12 18. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് അവിടെ തന്നെ പുറത്ത് തന്നെ വെച്ചു. ഈ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാം. സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. അപ്പൊ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്താൽ 2 + 2, അപ്പോൾ ആഡ് ചെയ്താൽ 4 4 + 8 12, 6 + 14 20, 8 + 4 12, 10 + 10 20, 12 + 16 എത്ര കിട്ടും? 2 കൂട്ടിയാൽ 18 പ്ലസ് 10 കൂട്ടിയാൽ 28, 14 + 6 20, 16 + 12 അപ്പോൾ 10 കൂട്ടിയാൽ 26, 2 കൂട്ടിയാൽ 28 28, 18 + 18 അപ്പോൾ എത്ര വരും? 36. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ഒരു മെട്രിക്സ് കിട്ടും. ഇനി ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ്. എല്ലാ എലിമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന്. അപ്പൊ എന്ത് കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. അഗൈൻ 20നെ ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. പിന്നെ അഗൈൻ 6 കിട്ടി, 10 കിട്ടി. 28നെ ഡിവൈഡ് ചെയ്താൽ 14 കിട്ടി. ഇവിടെ 10 കിട്ടി. അഗൈൻ 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 കിട്ടി. ഇവിടെ 36നെ ഡിവൈഡ് ചെയ്താൽ 18 കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മെട്രിക്സ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സിമെട്രിക് ആണോ എന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു തന്നത്. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ഒന്നെങ്കിൽ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് ഇപ്പോൾ കിട്ടിയത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എങ്ങനെ? ആദ്യത്തെ റോൾ എന്താ? 2 6 10. അത് തന്നെ ആയിരിക്കണം ആദ്യത്തെ കോളത്തിൽ 2 6 10. ഇനി ഇവിടെ വരുന്ന എലിമെന്റ് ആയിരിക്കും തന്നെ ഇവിടെയും വരുന്നത്. ഇവിടെ 14 വന്നു, ഇവിടെയും 14, 14 14. ഡയഗണൽ എലിമെന്റ്സ് വ്യത്യസ്തമായാലും കുഴപ്പമില്ല. അപ്പൊ ഇതെന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി അത് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എടുത്തു വെക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ആണ്. 2 6 10 6 10 14 10 14 18. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ കിട്ടുക. ആദ്യത്തെ റോ കോളാക്കി 2 6 10, രണ്ടാമത്തെ റോ 6 10 14, മൂന്നാമത്തെ റോ 10 14 18. അപ്പൊ ഇത് എന്തിന് തുല്യം തന്നെയാണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിന് തുല്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണത്? സിമെട്രിക് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്ക്യൂ സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്കറിയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾ എടുക്കുന്നു.
അപ്പോൾ ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുന്നു. എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? 2 4 6 8 10 12 14 16 18 മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടിയത്? 2 8 14 4 10 16 6 12 18. ഇത് മൈനസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മൈനസ് ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു മെട്രിക്സ് സെയിം ഓർഡർ ആണ് ഇതും ഇതും, അതുകൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യുക. 2 ന്ന് 2 പോയാൽ 0, 4 ന്ന് 8 പോയാൽ -4, 6 ന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ -8. ഓക്കെ, ഇനി 8 ന്ന് 4 പോയാൽ 4, 10 ന്ന് 10 പോയാൽ 0, 12 ന്ന് 16 പോയാൽ -4, 14 ന്ന് 6 പോയാൽ 8, 16 ന്ന് 12 പോയാൽ 4, 18 ന്ന് 18 പോയാൽ 0. ഇനി ഇതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ എലിമെന്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ എന്താ വരിക? 0/2 0, -4/2 -2, -8/2 -4, 4/2 2, 0/2 0, -4/2 -2, 8/2 4, 4/2 2, 0/2 0. അപ്പൊ ഈ കിട്ടിയത് നമുക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നിഷ്പ്രയാസം പറയാൻ പറ്റും. എങ്ങനെയാ നോക്കുക? ആദ്യത്തെ റോൾ എന്താ? 0 -2 -4. അത് തന്നെ ആയിരിക്കണം ആദ്യത്തെ കോളത്തിലേക്ക് വരുന്ന നമ്പർ, പക്ഷെ സൈൻ മാറും. ഇവിടെ 2 വന്നു, പക്ഷെ പ്ലസ് ആയി. ഇവിടെ 4 ആയി, പ്ലസ് ആയി. ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ 0 ആയിരിക്കണം. ഇവിടെ -2 ആണ്, ഇവിടെ +2. അപ്പൊ ഇതെന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു നോക്കുക. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എടുത്തു നോക്കുക. അത് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് എടുത്തു. 0 -2 -4 2 0 -2 4 2 0. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു ആദ്യത്തെ റോ ആദ്യത്തെ കോളാക്കുക. 0 -2 -4 2 0 -2 4 2 0. ഇതവിടെ വെച്ചു. ഇനി എന്താണ് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും പഠിപ്പിച്ചപ്പോൾ ഞാൻ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ പറഞ്ഞത് എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ -എക്ക് തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് ഇതാണ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ കിട്ടിയ മെട്രിക്സ് ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന് തുല്യമാണ്. അപ്പൊ നോക്കുക, -1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഈ മെട്രിക്സിനെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? ഈ മെട്രിക്സ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് -0 -2 -4 2 0 -2 4 2 0. അപ്പൊ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 0നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ ഇരിക്കും. -2 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറി. അതേമാതിരി +4 എന്നായി മാറും അടുത്തത്. പിന്നെ -2 എന്ന് വന്നു, 0 2 എന്ന് കിട്ടി, -4 ആയി, -2 ആയി, 0 എന്ന് കിട്ടി. അപ്പൊ ഈ കിട്ടിയ ആൻസർ ഒന്ന് നോക്കിയേ. അത് എന്തിന് തുല്യാണ്? നമുക്ക് കിട്ടിയ 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസിന് തുല്യാണ്. 0 2 4 0 2 4 -2 0 2 -2 0 2 -4 -2 0 -4 -2 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടി. സിമെട്രിക് മെട്രിക്സും കിട്ടി, സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാനുണ്ട്. അപ്പൊ ഞാൻ ആ സ്പേസിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഇവിടേക്ക് എഴുതുന്നുണ്ട്. എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ എന്താ പറഞ്ഞത്? ഈ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ മെട്രിക്സ് തന്നെ കിട്ടുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളെ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു
അപ്പൊ ആദ്യത്തെ മെട്രിക്സ് എന്താ നമുക്ക് കിട്ടിയത്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് എടുത്ത് എഴുതാം. ആ മെട്രിക്സ് ആദ്യം എഴുതാം. ആ മെട്രിക്സ് നമുക്ക് കിട്ടിയത് 2 6 2 6 10 6 10 14 10 14 10 14 18 ആ മെട്രിക്സ് എഴുതി. പ്ലസ് ഇനി ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ്. അതെന്താ നമുക്ക് കിട്ടിയത്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കിട്ടിയത്. 0 -2 -4 2 0 -2 4 2 0. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യാൻ പോലും. അപ്പൊ രണ്ടും സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ് 2 0 ആഡ് ചെയ്തു 2 കിട്ടി. 6 -2 ആഡ് ചെയ്തു 4 കിട്ടി. 10 -4 ആഡ് ചെയ്തു 6 കിട്ടി. 6 2 ആഡ് ചെയ്തു 8 കിട്ടി. 10 0 ആഡ് ചെയ്തു 10 കിട്ടി. 14 -2 ആഡ് ചെയ്തു അപ്പൊ നമുക്ക് 12 കിട്ടി. 10 4 ആഡ് ചെയ്തു 14 കിട്ടി. 14 2 ആഡ് ചെയ്തു 16 കിട്ടി. 18 0 ആഡ് ചെയ്തു 18 കിട്ടി. അപ്പൊ നോക്കിയേ കിട്ടിയ മെട്രിക്സ് 2 4 6 8 10 12 14 16 18 2 4 6 8 10 12 14 16 18 എന്തിന് ഈക്വലാ? എ എന്ന് പറഞ്ഞ നമ്മൾ തന്ന മെട്രിക്സിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ രണ്ട് മെട്രിക്സ് ആക്കി മാറ്റി എഴുതാൻ പറ്റും. അതിൽ ആദ്യത്തെ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. നന്നായി മനസ്സിലാക്കുക. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ എടുത്ത് ചെയ്ത് നോക്കുക. എടുക്കുമ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആവണമെന്നേ ഉള്ളൂ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ എത്ര റോ ഉണ്ടോ അത്ര തന്നെ കോളം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ 1 2 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അതേമാതിരി 2 റോ എടുക്കുക, അപ്പൊ 2 കോളം ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പൊ അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ മെട്രിക്സസ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഈ 5ാമത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? എങ്ങനെയാണ് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ അത് എങ്ങനെ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 2 മെട്രിക്സ് ആക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും, മറ്റൊന്ന് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിലൂടെ കണ്ടത്. ഇത് എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്.